പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കർണാടകയിലെ അങ്കോളയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 6 പേർ മരിച്ചു. ടാങ്കർ ലോറി ഉൾപ്പെടെ സമീപത്തെ പുഴയിലേക്ക് വീണു. വാഹനങ്ങളിൽ സഞ്ചരിച്ചവരുടെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. മണ്ണിനടിയിൽ കുടുങ്ങിയ ലോറികളിൽ ഒന്നിൽ മലയാളിയും ഉണ്ടെന്നാണ് വിവരം. കോഴിക്കോട് സ്വദേശി അർജുനാണ് മണ്ണിനടിയിലുള്ളത്. അർജുനെ കാണാതായ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ കാസർഗോഡ് കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കെ വി ബൈജു നമുക്കൊപ്പമുണ്ട്. ബൈജു, ഞെട്ടിക്കുന്ന കാര്യമാണ്. മലയാളിയായ ഡ്രൈവർ, ഇതൊരു വലിയ അപകടമാണ്, 6ഓളം പേരുടെ മരണത്തിനിടയാക്കിയ വലിയ ദുരന്തമാണ്. അതിനുമപ്പുറം ഈ മലയാളിയായ ഒരു ഡ്രൈവർ, അദ്ദേഹം കഴിഞ്ഞ 3 ദിവസത്തിലധികമായി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് എത്രകണ്ട് ഭീതിതമായ സാഹചര്യമാണ്. ആദ്യം തന്നെ എന്താണ് ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് ബൈജു? തീർച്ചയായും സജിത്തെ, ഇത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന അതുപോലെ തന്നെ വലിയ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ചൊവ്വാഴ്ച രാവിലെയാണ് ഉത്തര കർണാടക ജില്ലയിലെ ഷിരൂരിൽ വലിയൊരു കുന്ന് അപ്പാടെ ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനം പൂനെ മംഗളൂരു പ്രധാന ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. ചൊവ്വാഴ്ചയായിരുന്നു ഇത്തരത്തിൽ അപകടം നടന്നത്. നമുക്ക് ഈ കോഴിക്കോട് സ്വദേശിയായ അർജുനെ കാണാതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം രാവിലെ 8 മണിക്ക് ഇന്ന് വിളിച്ചപ്പോൾ ഈ അർജുന്റെ ഫോൺ മുഴുവൻ റിങ് ചെയ്തിരുന്നു. പക്ഷേ ഫോൺ എടുത്തിരുന്നില്ല. പക്ഷേ ഫോൺ ഇന്ന് റിങ് ചെയ്തിരുന്നു. രാവിലെ 8 മണിക്ക് കുടുംബം വിളിച്ചപ്പോൾ മുഴുവനും റിങ് ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാരത് ബെൻസ് ലോറിയാണിത്. ഈ ഭാരത് ബെൻസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയൊരു വിവരം, ഈ വണ്ടിയുടെ എഞ്ചിൻ ഇന്നലെ രാത്രി വരെ ഓണായി കിടന്നിരുന്നു. മാത്രമല്ല ഇതിൽ ഇന്ധനവും മറ്റും അരട്ടാക്കി ഇന്ധനവും ഇതിൽ കാണുന്നുണ്ട്. ഏതായാലും വണ്ടിയുടെ എഞ്ചിൻ ഇന്നലെ രാത്രി വരെ ഓണായി നിലയിൽ കാണപ്പെട്ടു. GPS സംവിധാനം വഴി പരിശോധിച്ചപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ അതേ സ്ഥലത്ത്, അതായത് മണ്ണിനടിയിലാണ് ഈ ലോറി ഇപ്പോഴും ഉള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടന്ന് ഇപ്പോൾ ഇന്നേക്ക് 4ാം ദിവസം ആകുമ്പോഴും ഇതിനെക്കുറിച്ച് ഈ സർക്കാരിന്, അതായത് കർണാടക സർക്കാരിന് ഏതെങ്കിലും തരത്തിലൊരു സ്ഥിരീകരണം ലഭിക്കുന്നില്ല എന്നതാണ്. തുടക്കത്തിൽ 6 പേർ മരണപ്പെട്ടു എന്നായിരുന്നു വിവരമെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 12 പേരാണ് ഈ അപകടത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രദേശം എന്ന് വെച്ചാൽ ഈ ലോറിക്കാരൊക്കെ താവളമായി വെക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി ലോറികൾ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ നിർത്തിയിടുന്ന ഒരു പതിവുണ്ട്. ആ ഒരു സ്ഥലത്താണ് വലിയൊരു കുന്ന് അപ്പാടെ ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണത്. ഇതിന് തൊട്ട് സമീപത്തായാണ് ഗംഗോത്രി നദിയുള്ളത്. ഈ ഗംഗാവതി നദിയുള്ളത്. ഗംഗാവതി നദിയിലേക്ക് ഒഴുക്കിൽ പെട്ട മറ്റ് മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കണ്ടെത്തുന്ന സാഹചര്യം. എന്തായാലും 12 പേർ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിലിലും മരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. ഏതായാലും ഈ കുടുംബം ഇപ്പോഴും പറയുന്നത് വലിയ പ്രതീക്ഷയോടാണ് കഴിയുന്നത്. കാരണം അർജുന്റെ ഫോൺ ഇന്ന് രാവിലെ 8 മണിക്കും മുഴുവനായും റിങ്ങായി. ഏറ്റവും ഒടുവിലായി 16-ാം തീയതി രാവിലെ 8 മണിക്കാണ് ഇത്തരത്തിൽ അർജുനുമായി സംസാരിച്ചിരുന്നത്. പിന്നീട് അർജുനുമായി ബന്ധപ്പെടാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ വിളിച്ചപ്പോഴും ഈ കമ്പനിയിൽ നിന്ന് വിളിച്ചപ്പോഴും അവർക്ക് സാധിച്ചില്ല. അർജുൻ തനിച്ചായിരുന്നു ഈ ലോറിയിൽ സഞ്ചരിച്ചിരുന്നത്. നേരത്തെ ഇത്തരത്തിൽ യാത്ര ചെയ്യുമായിരുന്നു. 15-20 ദിവസം കഴിയുമ്പോഴാണ് അർജുൻ തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫോൺ വിളിച്ച് കിട്ടാതായപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഇവർക്ക് മനസ്സിലാകുന്നത്. അത് കർണാടക പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിരൂർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം മിസ്സിംഗിന് ഇപ്പോൾ അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്രയും ദിവസമായിട്ടും എന്തെങ്കിലും ഒരു വിവരം, മറ്റു കൂടുതൽ വിവരം ലഭിക്കാൻ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന മറ്റൊരു വിവരം. മന്ത്രി KB ഗണേഷ് കുമാർ കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം എന്നറിയാൻ. ഏതായാലും കാസർഗോഡിന് 300 കിലോമീറ്റർ ദൂരെ വരും ഈ സ്ഥലം. പൂനെ മംഗളൂരു പ്രധാന ദേശീയപാതയിലാണ് ഇത്രയും ഒരു അപകടം നടന്നിട്ടും 4 ദിവസം കഴിഞ്ഞിട്ടും ഏതെങ്കിലും തരം ഗതാഗത തടസ്സം പോലും പൂർണ്ണമായും
ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒരു പുഴയുടെ സമീപത്തുള്ള ഒരു കുന്നാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി ലോറികൾ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാറുണ്ട്. ഇവിടെ വാഹനങ്ങൾ നിർത്തിയിട്ട് ഉറങ്ങുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അർജുന്റെ ലോറി ഇവിടെ പാർക്ക് ചെയ്ത് ആ സമയത്തായിരിക്കും ഈ അപകടം ഉണ്ടായത്. ഈ മണ്ണിനടിയിൽ ഇപ്പോഴും ഈ ലോറി ഉണ്ടെന്ന് തന്നെയാണ് ഭാരത് ബെൻസ് കമ്പനിയിൽ നിന്നും ഈ കുടുംബത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മറുപടി. ഇന്ന് രാവിലെ 8 മണിക്ക് ഈ ഫോൺ മുഴുവനായും റിംഗ് ചെയ്തിട്ടുമുണ്ട്. സൈത്തെ. യെസ്, ബൈജു എന്തായാലും തുടരുക. നമുക്ക് കുടുംബത്തിന്റെ പ്രതികരണം കൂടി ലഭ്യമാവുന്നുണ്ട്. എന്തായാലും അർജുനെ കാണാതായതിന്റെ ആശങ്കയിലാണ് കുടുംബം. ആ കുടുംബത്തിൽ അവർ 4 ദിവസമായി വിവരമില്ല. പക്ഷേ ഇന്ന് അല്പം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, അർജുന്റെ ഒരു ഫോൺ ഇന്ന് രാവിലെ റിംഗ് ചെയ്തു എന്നതാണ്. അത് വീണ്ടും ആ കുടുംബത്തിന്റെ പ്രതീക്ഷ നൽകിയാണ്. കുടുംബത്തിന്റെ എം കെ രാഘവൻ MP നമുക്കൊപ്പമുണ്ട്. MP, ഈ വിഷയത്തിൽ നമുക്ക് അതീവ വേഗത്തിലുള്ള ഒരു ഇടപെടലാണ് ആവശ്യം. അങ്ങയുടെ ഇടപെടൽ ഏത് തരത്തിലാണ് ഉണ്ടായത്? അതിന് ഫലം കാണുമോ? ഞാൻ ഇന്നലെയാണ് എന്നെ വിവരം അറിയിച്ചത്. ഇന്നലെ തന്നെ ഞാൻ കർണാടക മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അത് കൂടാതെ അവിടെ സ്പോട്ടിലുണ്ടായിരുന്ന SP-യുമായി സംസാരിച്ചു. കനത്ത മഴയെ തുടർന്ന് അവർക്ക് റെസ്ക്യൂ ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നേവിയുടെ ടീമിനെ വിളിച്ചിരിക്കുകയാണ്. നേവിയുടെ ടീം രാവിലെ വന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും. അർജുനെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന നിലയിലാണ് ശക്തമായി നമ്മൾ ഇത് ആവശ്യപ്പെട്ടു വരുന്നത്. ഏതായാലും അതിന്റെ എല്ലാ നടപടികളും നടന്നു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ MP, ഇതിൽ ഈ അർജുന്റെ വാഹനം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് കിട്ടുന്ന ചില സൂചനകൾ. അങ്ങനെയാണല്ലോ അങ്ങേക്ക് ലഭിക്കുന്ന വിവരം? അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണ് മണ്ണിന്റെ അടിയിലാണ് വണ്ടി കുടുങ്ങി കിടക്കുന്നത്. അതുകൊണ്ട് മണ്ണ് നീക്കം ചെയ്ത് വേണം വണ്ടി എടുക്കാൻ വേണ്ടി. ഇന്ന് അതിന്റെ ഓപ്പറേഷൻ ആരംഭിക്കും എന്നാണ് നമ്മളോട് ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും അറിയിച്ചത്. അല്ല, ഈ ദേശീയപാത പോലെ അതിസുപ്രധാനമായ ഒരു റൂട്ടിൽ ഇത്തരം അപകടം ഉണ്ടായിട്ടും ആ മണ്ണ് നീക്കാൻ വൈകിയത് അതിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. വൈകലുണ്ടായിട്ടുണ്ടല്ലേ? വൈകലും സത്യമാണ്. പക്ഷെ അവർ പറയുന്ന അതിന്റെ ഒരു ന്യായീകരണം കനത്ത മഴയെ തുടർന്ന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും NH ഉദ്യോഗസ്ഥന്മാർ അതിന്റെ അലംഭാവമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം NH ആണ് ഒരു കൂടുതൽ മുൻകൈ കാര്യങ്ങളിൽ. ഇതിപ്പം നമുക്ക് രാഷ്ട്രീയപരമായി തന്നെ ഇടപെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമുണ്ട് കർണാടകയിൽ ഇപ്പോൾ. അപ്പോൾ താങ്കൾക്ക് മുഖ്യമന്ത്രിയോടും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയോടും രാവിലെ സംസാരിച്ചു കഴിഞ്ഞു. ശരി, അപ്പോൾ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യം നേവിയെ വെച്ച് ചെയ്യുമെന്നാണ് അറിയിച്ചത്. ശരി, എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന് MK രാഘവൻ. എന്തായാലും ആ തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നു. സംസ്ഥാന ഗതാഗത മന്ത്രി കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കുടുംബം അങ്ങേയറ്റം ആശങ്കയിലാണ്. അവർക്ക് അർജുൻ എവിടെ എന്ന ചോദ്യമാണ് അവർക്ക് മുന്നിൽ ഉണ്ടാകുന്നത്. അർജുൻ സാധാരണ യാത്രയ്ക്ക് പോയാൽ 20 ദിവസം മറ്റും എടുത്താണ് തിരികെ വരാറുള്ളത്. നേരത്തെ ബൈജു റിപ്പോർട്ട് ചെയ്തതുപോലെ ആ ഒരു പ്രതീക്ഷയിലാണ് കുടുംബം എന്ന് ഇരുന്നത്. പക്ഷേ ഇത്തരം ഒരു അപകടം വന്നതാണ് സാഹചര്യം ഉണ്ടാക്കിയത്. നമുക്ക് ആ കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക്. ജൂലൈ 8-ന് സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. കുറെ 7-8 കൊല്ലമായിട്ട് ഇപ്പൊ പോകുന്ന ഒരാളാണ്. അല്ല, സ്ഥിരമല്ല. പക്ഷെ ഒരു 1.5 കൊല്ലമായി ഇവരെ കീഴിൽ തന്നെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 15-ാം തീയതി രാത്രി വർത്താനം പറഞ്ഞത്. പിന്നെ കൂടെയുള്ള ആൾക്കാരൊക്കെ രാവിലെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. രാവിലെ വരെ 3 മണി വരെ എല്ലാവരും വർത്താനം പറഞ്ഞ് വെച്ചതാണ്. അങ്ങനെ ഉറങ്ങാൻ പോവാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സിറ്റുവേഷൻ അവർ പറയുന്നത്, ഭാരത് ബെൻസ് എന്നൊക്കെ പറയുന്നത് വണ്ടി എഞ്ചിനൊക്കെ ഓൺ ആയിരുന്നു. പിന്നെ ഫോൺ ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വിളിച്ചപ്പോഴും ഫോൺ ഫുള്ള് റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളെവിടെയോ ഉണ്ട്, കുടുങ്ങി കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിലാണ്. എങ്ങോട്ട് വിളിയൊന്നും വന്ന് ഞങ്ങൾ സാറ് ഗണേഷ് കുമാർ സാറ്, രാഘവൻ സാറ് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അവിടുത്തെ മിനിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇതാണ് കുടുംബത്തിന്റെ പ്രതികരണം. എന്തായാലും വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. അർജുൻ എവിടെയാണ്? 3 ദിവസത്തിലധികമായി മണ്ണിനടിയിലാണ് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അതീവ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് ആവശ്യം. കേരള അതിർത്തിയിൽ നിന്നും 300 മീറ്ററോളം അകലെയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ദേശീയപാതയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. അവിടെ അല്പസമയം മുമ്പ് MP MK രാഘവൻ നൽകിയ സൂചന അനുസരിച്ച് അവിടെ നേവിയുടെ സഹായം തേടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. അങ്ങനെയെങ്കിൽ ആ തരത്തിലുള്ള നീക്കം ഉണ്ടാകുമെന്ന് കരുതാം. കനത്ത മഴ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുന്നു എന്നതാണ്. അത് കാണുന്ന ദൃശ്യങ്ങളിൽ കൂടിക്കിടക്കുന്ന മണ്ണിനടിയിലാവാം ഒരുപക്ഷെ ആ വാഹനം കുടുങ്ങിക്കിടക്കുന്നത്. അത് സംബന്ധിച്ച രക്ഷാപ്രവർത്തനമാണ് വേഗത്തിൽ നടക്കേണ്ടത്. ഈ ദേശീയപാതയിലൂടെ, തിരക്കേറിയ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടയിലാണ് സമീപത്തെ കുന്നിടിഞ്ഞ് റോഡിലേക്ക് വീണ് അപകടമുണ്ടാകുന്നത്. 6 പേർ ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറമെയാണ് നിരവധി വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുള്ളത്. അതാണ് സാഹചര്യം. ബൈജു തുടരുന്നുണ്ട്. ബൈജു, MK രാഘവൻ
രാഘവൻ MP ഒക്കെ പറയുന്നത് പോലെ അവിടെ വലിയ ഇടപെടൽ വേഗത്തിൽ നടക്കുന്നു എന്നതാണ്. ഈ കോൺഗ്രസിന് രാഷ്ട്രീയപരമായി വേഗത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും അത്തരം സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണോ ഇപ്പോഴത്തെ സാഹചര്യം? ഒപ്പം ഈ അപകട സ്ഥലത്തെ രക്ഷാപ്രവർത്തനം അത് എത്ര കണ്ട് വേഗത്തിൽ ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്? ബൈജുവിന് വിവരങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? സൈതെ, തീർച്ചയായും ഇതിൽ ഏറ്റവും വലിയ ആശങ്ക ഉയർത്തുന്ന സംഭവം ചൊവ്വാഴ്ചയാണ് ഈ അപകടം നടന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കുന്നു. ശരിയാണ്, ഉത്തര കർണാടകയിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പാതയിലാണ് ഇത്തരത്തിൽ വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂനെ മംഗളൂരു നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കേരളത്തിലേക്ക് ഉൾപ്പെടെ കടന്നു വരുന്ന ഒരു പാതയാണ്. ഇത്രയും ദിവസമായും ഇവിടെ ഗതാഗതം തടസ്സം നീക്കം ചെയ്യാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നത് വലിയൊരു വീഴ്ചയായി തന്നെയാണ് ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള വലിയ സമ്മർദ്ദം ഇപ്പോൾ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലുള്ള തിരച്ചിൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഇതിന് തൊട്ട് സമീപത്താണ് ഒരു പുഴയുള്ളത്. ഏതായാലും തുടക്കത്തിൽ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഈ ലോറി ഏതെങ്കിലും തരത്തിൽ പുഴയിലേക്കോ മറ്റോ ഒഴുകിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ്. കാരണം നിരവധി ലോറികൾ ഈ പുഴയിലേക്ക്, അതുപോലെ ആളുകളും പുഴയിലേക്ക് ഒലിച്ചു പോയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇന്ന് രാവിലെ കൂടി ഈ ഫോൺ റിങ് ചെയ്തതോടുകൂടി അതിലൊരു വലിയ ആശ്വാസം ഉണ്ടായിരിക്കുന്നു. ജീവന്റെ തുടിപ്പ് ഈ മണ്ണിനടിയിൽ ബാക്കി ഉണ്ട് എന്നൊരു ആശ്വാസ ഒരു പ്രതീക്ഷ പകരുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയോട് കൂടി തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമ്മൾ അവിടെ ബന്ധപ്പെട്ടപ്പോൾ നമ്മോട് പങ്കുവച്ചത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ അടിയന്തരമായി ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ കളക്ടറുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹവും ഈ കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട്. അവിടുത്തെ ജില്ലാ ഭരണകൂടവുമായി അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ നടപടി വളരെ ശക്തമാക്കി അടിയന്തരമായി ഇപ്പോൾ റിപ്പോർട്ട് നൽകണമെന്ന് മന്ത്രി KP ഗണേഷ് കുമാർ ഉൾപ്പെടെ ഇപ്പോൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ജീവന്റെ തുടിപ്പ് മണ്ണിനടിയിൽ ഇപ്പോഴും ഉണ്ട് എന്ന ഒരു വലിയ പ്രതീക്ഷ കുടുംബം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പോലെ തന്നെ നമുക്കും അതുപോലെ തന്നെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താം. ആ ലോറി പരിശോധിച്ചാൽ ഇന്നലെ രാത്രി വരെ എഞ്ചിൻ ഓൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഡാമേജ് ഈ ലോറിക്ക് സംഭവിച്ചിട്ടില്ല എന്നൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാം. ഏതായാലും മണ്ണിനടിയിൽ ഈ ലോറി ഉണ്ട് എന്നൊരു സ്ഥിരീകരണമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ലോറി കൂടാതെ നിരവധി ലോറികൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതെല്ലാം പ്രദേശത്തു നിന്നുള്ള ലോറികളുണ്ട്, കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ട സംഘമുണ്ട്. ഏതായാലും അർജുൻ തനിച്ചായിരുന്നു ഈ ലോറിയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 8 മണിക്ക് ഫോൺ റിങ് ചെയ്തു. പക്ഷെ ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളതെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ സഹിതം നമുക്ക് പറയേണ്ടി വരും. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വലിയ അപകടമാണ്. കഴിഞ്ഞ 4 ദിവസമായി അർജുൻ എവിടെ എന്ന ചോദ്യമാണ് നിൽക്കുന്നത്. വലിയ ദുരന്തമാണ് ഉണ്ടായത്. 6 പേരുടെ മരണം അവിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ഈ വാഹനത്തിൽ ഒന്നിലാണ് അർജുൻ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുള്ളത്. മണ്ണിനടിയിലാണ് വാഹനം. അവിടെ രക്ഷാപ്രവർത്തനം വേഗത്തിൽ വേണം. കേരള അതിർത്തിയിൽ നിന്നും 300 കിലോമീറ്റർ അകലെയാണ് ഈ ദേശീയപാതയിൽ ഈ അപകടമുണ്ടായത്. വലിയ മഴ, ദുഷ്കരമായ സാഹചര്യം, ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണമായും മണ്ണ് അവിടെ നിന്ന് നീക്കാൻ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രതീക്ഷ, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആശ്വാസകരമായ വാർത്തയും ലഭ്യമാവുമെന്ന് കരുതും. കുടുംബം അങ്ങേയറ്റം ആശങ്കയിലാണ്. നമ്മൾ അല്പം മുമ്പ് കുടുംബാംഗങ്ങളുടെ പ്രതികരണം ലഭ്യമായിരുന്നു. ആ കുടുംബം അങ്ങേയറ്റം ആശങ്കയിലാണ്. ഈ അപകടത്തിൽ അർജുൻ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് അവരെ ഞെട്ടിക്കുന്ന കാര്യം. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ അർജുന്റെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഫോൺ റിങ് ചെയ്തു എന്നതാണ് വീണ്ടും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും ഒരു ഇടവേളയാണ്, മടങ്ങി വരാം. ഇന്നലത്തെ